നിയോഗത്താലി. അഥർവ് രൂക്ഷമായി ഇന്ദിരയെ നോക്കി. അവന്റെ ആ നോട്ടം നേരിടാനാവാതെ അവർ മിഴികൾ താഴ്ത്തി. അഥർവിന്റെ ആ നിൽപ്പും തന്നിലേക്കുള്ള അവന്റെ നോട്ടവും കാണെ ഇന്ദിരയ്ക്ക് നേരിയ ഭയം തോന്നി. ഇനി അവൻ ശ്രീനന്ദിയെ വിവാഹം കഴിക്കുവാൻ കഴിയില്ലെന്ന് പറയുമോ എന്ന് അവരുടെ മനസ്സ് മന്ത്രിച്ചു. ഇന്ദിരയ്ക്കകരി തല താഴ്ത്തി നിൽക്കുന്ന ശ്രീനന്ദയെ കാണുമ്പോൾ അഥർവിന്റെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞ ചിരി. അമ്മ എന്ത് ഓഫർ നൽകിയിട്ടുണ്ടാകും? ഇവൾ എന്റെ താലിക്കായി തലകുനിക്കാൻ നിൽക്കുന്നത്. അഥർവ് മനസ്സിലോർത്തു. മുഹൂർത്തമായി താലി കെട്ടിക്കോളൂ. താലി അടങ്ങിയ തട്ടവുമായി ശ്രീകോവിലിൽ നിന്ന് പൂജാരി ഇറങ്ങി വന്നിട്ട് തട്ട് അഥർവിന് നേരെ നീട്ടിക്കൊണ്ടു പറഞ്ഞതും അഥർവിന്റെ നോട്ടം കൂടുതൽ രൂക്ഷമായി ഇന്ദിരയുടെ നേർക്ക് പതിച്ചു. അവർക്കടുത്തേക്ക് വന്നു നിന്ന ബന്ധുക്കൾക്കും അഥർവിന്റെ മുഖത്ത് കണ്ട അതേ ഭാവമായിരുന്നു. ഇത്രയും ചെറിയൊരു പെൺകുട്ടിയാണോ അഥർവിനു വേണ്ടി ഈ ഇന്ദിരയേട്ടത്തി കണ്ടുപിടിച്ചത്? മാധവന്റെ സഹോദരിമാർ പരസ്പരം സംസാരിച്ചു. എനിക്കറിയില്ല മായി, ഈ ഏട്ടത്തി ഇത് എന്തു ഭാവിച്ചാണെന്ന് ഒരു സഹോദരി മറ്റേ സഹോദരിയോട് പറഞ്ഞു. മായയും മാലിനിയും മാധവന്റെ ഇളയ 2 സഹോദരിമാരാണ്. ഇതിപ്പോ നമ്മുടെ മാൻവിയുടെ പ്രായം പോലും കാണില്ലല്ലോ ഈ പെണ്ണിന്. ആരും തങ്ങളുടെ സംസാരം ശ്രദ്ധിക്കാതിരിക്കാനായി കൈകൊണ്ട് വാമറച്ച ശേഷം പതിയെ സംസാരിക്കുകയാണ് ഇരുവരും. മാധവന്റെ ഏറ്റവും ഇളയ സഹോദരി മാലിനിയുടെ ഏറ്റവും ഇളയ മകളാണ് മാൻവി. അവളിപ്പോ PG ഫൈനൽ ഇയറിന് പഠിക്കുന്നു. ആ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണിന്റെ നിൽപ്പും ഭാവവും കണ്ടിട്ട് ഒന്നും ഉള്ള വീട്ടിലാണെന്ന് തോന്നില്ല. ചിലപ്പോൾ ആരെങ്കിലും കൂടെ കെട്ടിക്കൊണ്ടു പോകുന്നുണ്ടെങ്കിൽ പോട്ടേന്ന് കരുതി ഒഴിവാക്കി വിട്ടതായിരിക്കും അവർ. അല്ലെങ്കിൽ ഇന്ദിരേട്ടത്തി നല്ല ക്യാഷ് ഓഫർ ചെയ്ത് കാണും. എന്തായാലും പണത്തിന് കുറവൊന്നുമില്ലല്ലോ, മായ പറഞ്ഞു നിർത്തി. എന്നാലോ മായേച്ചി, നാട്ടുകാരുടെ മുഖത്തെങ്ങനെ നോക്കും? മാലിനി പറഞ്ഞു നിർത്തിയതും അത് ശരിവെച്ചതുപോലെ മായ ഒന്ന് തലകുലുക്കി. ആ, എന്തെങ്കിലും ആയിപ്പോട്ടെ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അവരുടെ കുടുംബകാര്യം അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. എങ്ങും തൊടാത്ത പോലെ മായ സംസാരിച്ചു. എന്നാൽ അത്രയും നേരവും അഥർവിന്റെ കണ്ണുകൾ ഇന്ദിരയുടെ മുഖത്ത് തന്നെയാണ്. അവരാണെങ്കിൽ കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ തല താഴ്ത്തി സ്വന്തം മകനെയൊന്ന് മുഖമുയർത്തി നോക്കാൻ പോലും കഴിയാതെ നിൽക്കുകയാണ്. അഥർ, താലി എടുത്തുകെട്ട്. അവന്റെ അടുത്തേക്ക് വന്ന് മാധവൻ രഹസ്യം പോലെ പറഞ്ഞപ്പോ അഥർവിന്റെ നോട്ടം കൂടുതൽ രൂക്ഷമായി മാധവനിലേക്ക് നീണ്ടു. അമ്മയൊന്നിങ്ങി വന്നേ. അഥർവ് അല്പം പരുഷമായി തന്നെ ഇന്ദിരയെ വിളിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ 2 വലിയ തൂണുകൾക്കപ്പുറം മാറി നിന്നു. അമ്മയ്ക്ക് എന്താമ്മേ, സ്വബോധം നഷ്ടപ്പെട്ടോ? സംസാരം മറ്റാരും കേൾക്കാതിരിക്കാനായി ശബ്ദം കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും ആ അവന്റെ ഉള്ളിലെ ദേഷ്യം മുഴുവനും ആ വാക്കുകളില് ഇന്ദിരയ്ക്ക് പ്രകടമായി. നോക്കത്തർ, ഞാൻ പറയുന്നത് നീ ആദ്യം കേൾക്ക്. ഇനി ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് അമ്മയ്ക്ക് എന്ത് ന്യായീകരണമാണ് എനിക്ക് തരാനുള്ളത്? മോനെ, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. തൽക്കാലം നീ മുഹൂർത്തം കഴിയും മുമ്പ് ആ കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ട്. അമ്മ കാര്യങ്ങളെല്ലാം വ്യക്തമായി മോന് പറഞ്ഞു തരാം. താലി കെട്ടാനോ? അമ്മ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? നമ്മുടെ മാൻവിയുടെ പ്രായം പോലും ആ കുട്ടിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എങ്ങനെയാണ് അങ്ങനെ ഒരു കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത്? അതും ഒരു 2ാം വിവാഹക്കാരനായി ഞാന്. നോക്കതർ, നിന്റെ മുട്ടാപ്പൊക്ക് ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. വിവാഹം ഉറപ്പിച്ച വീട്ടിൽ വന്നപ്പോ തന്നെ പെൺകുട്ടിയുടെ കാര്യങ്ങള് നിന്നോട് പറയാൻ ഞാൻ ശ്രമിച്ചപ്പോ നീ തന്നെയല്ലേ എല്ലാം തടഞ്ഞത്. അമ്മ കണ്ടുപിടിക്കുന്ന ആരെയും വിവാഹം കഴിച്ചോളാന്നല്ലേ നീ പറഞ്ഞത്? എങ്കി കേട്ടോ, അമ്മ നിനക്കായി കണ്ടുപിടിച്ച പെൺകുട്ടി ആ നിൽക്കുന്ന ശ്രീനന്ദയാണ്. അവളെ നീ വിവാഹം കഴിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ ഈ അമ്മയെ ഇനി നീ ജീവനോടെ കാണില്ല. അവസാന വാചകം ഇന്ദിര പറഞ്ഞു നിർത്തിയതും അഥർവ് ദുർബലനായി. പലപ്പോഴും ഇന്ദിരയുടെ ഇങ്ങനെയുള്ള ഭീഷണികൾക്ക് മുൻപിലാണ് അവൻ പതറിപ്പോകാറുള്ളത്. ഇത്തവണയും അതുതന്നെ സംഭവിച്ചു. അതേസമയം അഥർവും ഇന്ദിരയും മാറി മാറി സംസാരിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു സിന്ധുവും മക്കളും. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നേരിയ ഒരു ഭയം തോന്നി. എന്താമേ അവര് മാറി നിന്നിങ്ങനെ സംസാരിക്കുന്നത്? ഇനി പയ്യൻ അവളെ വേണ്ടെന്ന് വല്ലതും പറഞ്ഞോ? സംഗീത പറഞ്ഞതും സിന്ധു അവളെ രൂക്ഷമായി നോക്കി. എടി,
ആ കരുനാക്കെടുത്ത് വളയ്ക്കാതെ സംഗീതേ. എങ്ങനെയെങ്കിലും ആ നാശം തലേന്നൊഴിഞ്ഞു പോയി. അങ്ങനെ കരുതി ഇരിക്കുമ്പോഴാ ഇങ്ങനെ ഓരോ വർത്താനവും കൊണ്ട് അവള് വരുന്നത്. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സിന്ധു ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി. അങ്ങനല്ലമ്മേ, ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞെന്നേ ഉള്ളൂ. തൽക്കാലം നീ അങ്ങനെയുള്ള പോസിബിലിറ്റി ഒന്നും പറയാൻ നിൽക്കണ്ട. ഇത് അവര് അമ്മയും മോനും തമ്മിൽ വേറെ എന്തോ സംസാരിക്കുന്നതാ. എന്നാൽ മുഹൂർത്തം അടുത്തിട്ടും അഥർവ് താലി കെട്ടാതെ ഇന്ദിരയുമായി മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ടതും സജീവൻ കാര്യം മനസ്സിലാവാതെ മാധവന്റെ അരികിലേക്ക് വന്നു. എന്തു പറ്റി മോന്? എന്താ മാറിക്കളഞ്ഞത്? സജീവൻ ശബ്ദം അടക്കി പിടിച്ചുകൊണ്ട് മാധവനോട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. അവനവന്റെ അമ്മയോട് എന്തോ സംസാരിക്കാൻ വേണ്ടി. മാധവൻ എന്തു പറയണമെന്നറിയാതെ എന്തൊക്കെയോ പറഞ്ഞൊളിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ നേരം തനിക്ക് ചുറ്റും നിൽക്കുന്ന ആളുകളെയൊന്നും മുഖമുയർത്തി നോക്കാൻ പോലും ആകാതെ അപമാന ഭാരത്തിൽ തലകുനിച്ച് നിൽക്കുകയാണ് ശ്രീനന്ദ. അരികിൽ നിൽക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലാതെ ഒരനാഥയെപ്പോലെ അവൾ നിന്നു. അല്പനേരം കൂടി കഴിഞ്ഞാൽ മറ്റൊരാളുടെ താലിക്ക് തല താഴ്ത്തേണ്ടവളാണ്. പക്ഷെ അതിൻ്റെതായ സന്തോഷമോ നാണമോ അങ്ങനെയൊന്നും തന്നെ അവളിലില്ല. പകരം മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് നിർവികാരിത മാത്രമാണ്. മുന്നോട്ടുള്ള തന്റെ ജീവിതം ഏതൊക്കെ വഴികളിൽ കൂടിയാണ് തന്നെ കൊണ്ടുപോകാൻ പോകുന്നതെന്നറിയാതെ വെറുമൊരു ആശങ്കയോടെ മാത്രം അവൾ അങ്ങനെ നിന്നു. കുറച്ചു സമയത്തിന് ശേഷമാണ് ഇന്ദിരയുമായിട്ടുള്ള സംസാരം മതിയാക്കി അഥർവ് ശ്രീനന്ദക്കരികിലേക്ക് വന്നത്. ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ തന്നെ തട്ടത്തിൽ നിന്ന് താലിയെടുത്ത് അവളുടെ കഴുത്തിലേക്ക് കെട്ടി. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ എല്ലാം കഴിഞ്ഞിരുന്നു. ശ്രീനന്ദയുടെ കൺകോണിൽ നനവ് പടർന്നു. ആ തുള്ളി താഴേക്ക് ഒഴുകാൻ തുടങ്ങും മുമ്പ് അവന്റെ കൈവിരൽ തുമ്പിനാൽ ഒരു നുള്ളു സിന്ദൂരവും അവളുടെ സീമന്തത്തിലേക്ക് പതിഞ്ഞു. എല്ലാവരും അവരെ തന്നെ നോക്കി നിന്നു. ഇന്ദിര മാത്രം കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. അവർക്കും കണ്ണുകൾ നിറയുന്നുണ്ട്. അഥർവാണെങ്കിൽ ആരെയും നോക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കാരണം അവനൊരു രണ്ടാം വിവാഹക്കാരൻ. പോരാത്തതിന് 35 വയസ്സുമുണ്ട്. ഉറപ്പായും അമ്മ തനിക്കൊപ്പം നിൽക്കുന്ന ഒരു 30 വയസ്സിന് മുകളിലുള്ള രണ്ടാം വിവാഹക്കാരി പെണ്ണായിരിക്കും തനിക്ക് വധുവായി വരുന്നതെന്ന് തന്നെയായിരുന്നു ക്ഷേത്രത്തിൽ എത്തും വരെ അഥർവിന്റെ മനസ്സിൽ. എന്നാൽ ഇവിടെ വന്നപ്പോഴല്ലേ കണ്ടത് തന്റെ കുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയേക്കാളും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയെ അമ്മ തനിക്ക് വേണ്ടി വിവാഹം ആലോചിച്ചു വന്നിരിക്കുന്നു. അവൻ സ്വപ്നത്തിൽ പോലും അതൊന്നും കരുതിയില്ല. അഥർവിന്റെ കണ്ണുകളിൽ പകയെരിഞ്ഞു. മാധവൻ മുന്നോട്ട് വന്ന് അഥർവിന്റെയും ശ്രീനന്ദയുടെയും കൈകൾ പിടിച്ചു കൊടുത്തു. എന്നിട്ട് ഇരുവരും ശ്രീകോവിലിന് ചുറ്റും വലം വെച്ചു. അവർക്ക് പിന്നാലെ തന്നെ ബന്ധുജനങ്ങൾ എല്ലാവരും നടന്നു. അഥർവ് ശ്രീനന്ദയെയോ ശ്രീനന്ദ അഥർവിനെയോ പരസ്പരം നോക്കാൻ ശ്രമിച്ചില്ല. ഇരുവരുടെയും പൂർണ്ണമായ താല്പര്യമില്ലാതെ നടന്നൊരു വിവാഹമായതിനാൽ തന്നെ അങ്ങനെ ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചതുപോലുമില്ല അവർ എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഇടയ്ക്കൊക്കെയും ശ്രീനന്ദയുടെ മിഴികൾ ആരെയോ തിരിയുന്നുണ്ട്. മറ്റാരെയുമല്ല, പാർവതിയാണ്. പാർവതിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് വിവാഹമാണ്, ഒന്ന് വരണമെന്ന്. അല്ലെങ്കിൽ താൻ കൂടുതൽ തകർന്നു പോകുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു. സദ്യ പറഞ്ഞിരിക്കുന്നത് ഊട്ടുപുരയിലാണോ? നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? സജീവൻ ചോദിച്ചതും എല്ലാവരും അത് ശരിവെച്ചുകൊണ്ട് ഊട്ടുപുരയിലേക്ക് നടന്നു. അപ്പോഴേക്കും അത്രയും നേരം ബന്ധുക്കളുടെ കയ്യിലിരുന്ന ആരഭൂതി അഥർവിനടുത്തേക്ക് വന്നു. അഥർവ് അവനെ കയ്യിലെടുത്തു. എല്ലാവർക്കും ഒപ്പം ഊട്ടുപുരയിലേക്ക് നടന്നു. ഇനി ഇവിടെ വെച്ച് താനായിട്ട് ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് അവൻ മനസ്സിൽ കരുതി. അതുകൊണ്ട് തന്നെ സാധാരണ പെരുമാറുന്നത് പോലെ പെരുമാറാനും ഇടപെടാനും അവൻ പരമാവധി ശ്രമിച്ചു. ഊട്ടുപുരയിൽ അഥർവിനടുത്ത് ആഹാരം കഴിക്കുവാനിരിക്കുകയാണെങ്കിൽ പോലും ശ്രീനന്ദയുടെ മനസ്സ് മറ്റെങ്ങോ ആയിരുന്നു. മുൻപിരിക്കുന്ന ഭക്ഷണത്തിൽ വെറുതെ വിരലിട്ട് മുൻപിലിരിക്കുന്ന ഭക്ഷണത്തിൽ വെറുതെ വിരലിട്ട് ഇളക്കി കുഴിച്ച് വിശപ്പുണ്ടായിട്ടും ആഹാരം വേണ്ടാത്തൊരവസ്ഥ. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സാഹചര്യം. രാവിലെ പോലും വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചിട്ടില്ല. ശ്രീനന്ദ മനസ്സിലോർത്തു. അവൾക്ക് കണ്ണു നിറഞ്ഞു വരുന്നുണ്ട്. തൊട്ടരികിലിരിക്കുന്ന ഇന്ദിരയുടെ നോട്ടം തന്റെ മുഖത്തേക്കാണെന്ന് മനസ്സിലായതും ശ്രീനന്ദ മുഖം കുനിച്ചു കളഞ്ഞു. ഒടുക്കം എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി തീർത്ത് അവൾ ഇരുന്നിടത്ത് നിന്ന് എണീറ്റു.
ശ്രീനന്ദ എണീറ്റ പാടെ തന്നെ ഇന്ദിരയും അവർക്ക് പിന്നാലെ നടന്നു. ബാക്കിയുള്ളവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സത്യത്തിൽ അവരിരുവർക്കും ആഹാരം ഇറങ്ങുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ശ്രീനന്ദ മുന്നോട്ട് നടന്നതും ഇന്ദിര അവളുടെ പിന്നാലെ ചെന്ന് വിളിച്ചു, മോളെ. നനഞ്ഞ കണ്ണുകളോടെ അവരെ മിഴികൾ ഉയർത്തി അവൾ നോക്കി. മോൾ എന്നോട് ക്ഷമിക്കണം. മോൾ, ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിരുന്നില്ല മോളാണ് അവന്റെ വധുവെന്ന്. മോളുടെ ഒരു ഫോട്ടോ പോലും കാണാതെയാണ് അവൻ ഇവിടേക്ക് വന്നത്. അവൻ കരുതിയത് കുറച്ചുകൂടി പ്രായം ചെന്ന ഒരാളെയായിരുന്നു. അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ദേഷ്യമാണ് അവൻ ഈ കാണിക്കുന്നത്. അല്ലാണ്ട് മോളെ അവൻ ഇഷ്ടമാകാഞ്ഞിട്ടൊന്നുമല്ല. പതിയെ അവന് മോളെ ഇഷ്ടമാകും. ഗുഹയിൽ നിന്ന് എന്നതുപോലെ ഇന്ദിരയുടെ ശബ്ദം ശ്രീനന്ദയുടെ കാതിൽ വന്നു പതിഞ്ഞു. അവരെ നോക്കിയൊന്ന് തലകുലുക്കിക്കൊണ്ട് ശ്രീനന്ദ കൈ കഴുകുവാനായി പുറത്തേക്ക് പോയി. അതേ സമയത്താണ് പാർവതിയും ക്ഷേത്രമുറ്റത്ത് എത്തിയത്. സാരി ഉടുത്ത് ഒടിഞ്ഞു വീഴാറായി പോലെ നിൽക്കുന്ന ശ്രീനന്ദയെ കണ്ടപ്പോ പാർവതിക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. തുടരും.